ഓ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിധീസ് വ്ലോഗ്സ്. നിധീസ് വ്ലോഗ്സ് നിധിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മളിവിടെ സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വന്നേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മാജിക്കൽ ടാൻ റിമൂവൽ പാക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. സംസാരിക്കൽ മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ടാൻ റിമൂവിങ്ങിന്റെ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ടോൺ മാറിയതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. അത് ലൈവായിട്ട് കാണിക്കണം എന്ന് തോന്നി കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യം അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ധൈര്യമാണല്ലേ. കാരണം എന്താ, നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അതിൽ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലും ഈസി ആയിട്ടും ഭയങ്കര സമാധാനത്തോട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണാനും കേൾക്കാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രയോഗിക്കാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പേജ് എന്നാ പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി അടിച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാലോ നമ്മുടെ ഫേസിൽ ഭയങ്കര കരിവാളിപ്പുകൾ വരാറുണ്ട്. അത് വെയിൽ കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ, വെയിലടിക്കുമ്പോൾ, വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫുള്ള് ടാൻ അടിക്കാറുണ്ട്, ഫേസിൽ ടാൻ അടിക്കാറുണ്ട്. നമ്മളിങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ ഷോളൊക്കെ ഫുൾ കെട്ടി കണ്ണ് മാത്രം കാണിച്ച് കയ്യിൽ ഫുള്ള് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ, പുറമേയൊക്കെ പോകുമ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാണ് നമ്മൾ പോകാറല്ലേ. എന്നാലും ഈ സൂര്യൻ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തിലും കയ്യിലൊക്കെ അടിച്ച് ഭയങ്കര ടാന് വരാറുണ്ട്. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരു 2-3 കൊല്ലമായിട്ട് ചെയ്തു വരുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാക്കിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, പ്രൊസീജിയർ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് മുതൽ എത്ര സ്റ്റെപ്പ് ഉണ്ടോ അത്രയും സ്റ്റെപ്പ് വരെ ഒരു 5-6 സ്റ്റെപ്പിൽ അവസാനിക്കും കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, പകുതി എത്തിയിട്ട് ഒരു മാസ്ക് മാത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലും റിസൾട്ട് കിട്ടുള്ളൂ. റെഗുലർ ആയിട്ട് ചെയ്യും വേണം. വീക്കിലി ഒരു ട്വൈസ് ഒക്കെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും 100% ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. വീട്ടിലുള്ള കുറച്ച് ഐറ്റംസുകൾ മാത്രം ഉപയോഗിച്ച്, നമ്മുടെ അടുക്കളയിലുള്ള ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്നതാണ്. യാതൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്മള് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ ഉള്ള ഡേർട്സിനെ കളയാൻ വേണ്ടി നമുക്കൊരു ക്ലെൻസിങ് അത്യാവശ്യമാണ്. പക്ഷെ ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റീം ചെയ്യിപ്പിക്കണം. നമ്മുടെ ഫേസിനെ ഒന്ന് ആവി പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ വായിലോട്ട് എടുക്കുന്ന ആ ആവി, നമ്മൾ ജലദോഷം വരുമ്പോൾ എടുക്കുന്ന ആവി അല്ല കേട്ടോ. നമ്മുടെ ഫേസിനെ ഒന്ന് സ്റ്റീം ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റീം ചെയ്യണം. ഫേസ് എന്ത് കൊടുക്കണം, സ്റ്റീം കൊടുക്കുക. സ്റ്റീം കൊടുക്കാൻ നമുക്ക് ആവിയായിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി കഴിഞ്ഞ് അത് ഫേസിൽ വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റീം എടുക്കാം. ഞാനിവിടെ സ്റ്റീം ചെയ്യുന്ന ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ആവി പിടിക്കാറ്. അതിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആഡ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ചൂട് നമ്മുടെ ഫേസിലോട്ട് തട്ടിയാൽ മതി. നമ്മൾ അത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോഴ്സസുകൾ, നമ്മുടെ ഫേസിലുള്ള പോഴ്സസുകൾ ഓപ്പൺ ആയി വരാനും നമ്മുടെ ഫേസിലെ ഇലാസ്റ്റിസിറ്റി അത് ഒന്ന് കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഈ പോഴ്സസുകൾ ഓപ്പൺ ചെയ്താലാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ആവുള്ളൂ. അതിനുവേണ്ടി സ്റ്റീം ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 സ്റ്റീം ചെയ്യലാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം അത് ചെയ്യണം. നെക്സ്റ്റ്, രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലെൻസിങ് ആണ്. അതിപ്പോൾ ഡബിൾ ക്ലെൻസിങ് ആണെന്നുണ്ടെങ്കിലും സിംഗിൾ ക്ലെൻസിങ് ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. നമുക്കറിയാം അല്ലെ, ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പുറമേ നിന്ന് മേടിക്കുന്ന, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ പാല് കൊണ്ടോ തൈര് കൊണ്ടോ തേന് കൊണ്ടോ നമ്മുടെ ഫേസ് എന്ത് ചെയ്യാം, ക്ലെൻസ് ചെയ്യിക്കാം. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട്, കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ഈ 3 ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെൻസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത് തേനാണ്. തേൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫേസ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തേന് കയ്യിലെടുത്തതിന് ശേഷം ഒരു 4-5 ഡ്രോപ്പ് തേന് കയ്യിലെടുക്കുക. എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു റൗണ്ട് സർക്കിളിൽ എന്ത് ചെയ്യുക,
നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുന്ന പോലെ റൗണ്ടിൽ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. നമ്മുടെ മുഖത്തുള്ള ഡേർട്സുകൾ പോവാൻ വേണ്ടിയിട്ട്, അഴുക്കുകൾ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുക. ആ അഴുക്കുകൾ പോയാലേ കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, അബ്സോർവ് ആയി വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ അഴുക്ക്, ഡെഡ് സ്കിന്നൊക്കെ അവിടെ എന്ത് ചെയ്യും, പറ്റിപ്പിടിക്കും. അപ്പോൾ ക്ലെൻസിങ് ആണ് രണ്ടാമത്തെ കാര്യം. ഡബിൾ ക്ലെൻസിങ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. ഇല്ല, സിംഗിൾ ആയിട്ട് ക്ലെൻസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ക്ലെൻസിങ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ്. ആൻഡ് തേർഡ് വൺ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഫേസിനെ സ്ക്രബ് ചെയ്യലാണ്. സ്ക്രബിങ് നമ്മൾ ചെയ്യുന്നത് ഫേസിലെ ഡെഡ് സ്കിന്നുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, സ്ക്രബ് യൂസ് ചെയ്യുക. സ്ക്രബ് യൂസ് ചെയ്യാൻ നമുക്ക് പല സംഭവങ്ങളും എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നത് ഇവിടെ അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലോട്ട് അല്പം തൈര് ആന്റി ഏജിങ്ങിന് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് തൈര്. നമുക്ക് നമ്മുടെ ഏജിനെ കൺട്രോൾ ചെയ്യാൻ തൈര് ഉപയോഗിച്ചാൽ മാത്രം മതി. തൈര് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് മുഖത്തിട്ടാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഈ അരിപ്പൊടിന്റെ കൂടെ തൈരും എടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോന്റെ ജ്യൂസ് കുറച്ച് ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ടൊമാറ്റോ എടുത്തിട്ടില്ല, വെറും തൈരും അതുപോലെ തന്നെ ഈ അരിപ്പൊടി മാത്രം എടുക്കുന്നത്. അരിപ്പൊടിയും തൈരും വെച്ചിട്ട് സർക്കുലർ മോഷനിൽ തന്നെ നല്ല മൈൽഡായിട്ട് ഒരു ജെന്റിൽ മസാജ് തന്നെ കൊടുക്കുക. നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഡെഡ് സ്കിന്നിനെ, ചീത്ത സ്കിന്ന് നമുക്ക് മുഖത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് അഴുക്കാണ്. നമ്മുടെ സ്കിന്നിൽ അത് പറ്റി പിടിച്ച് പോസ്റ്റിലോട്ട് ഇറങ്ങി ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഫേസിൻ്റെ ഉള്ളിൽ പോയി അത് എന്ത് ചെയ്യും, ചുമ്മാ കുരുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആഗ്നീസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഡെഡ് സ്കിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കി വിടാണ്. അതിനു വേണ്ടി സ്ക്രബ് യൂസ് ചെയ്യുക. അപ്പൊ സ്ക്രബായി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ഹെയർസുകൾ. നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഒരുപാട് ഹെയർസുകൾ വരാൻ ചാൻസ്, ഹോർമോണൊക്കെ വ്യത്യാസപ്പെട്ടിട്ട് പല ഫീമെയിൽസിനും അല്ലെങ്കിൽ പല ലേഡീസിനും എന്ത് വരും, സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിൽ ഹെയർസുകൾ വരാറുണ്ട്. അപ്പൊ ഹെയർസുകൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെയർ റിമൂവൽ ആണ്. ഹെയർ റിമൂവൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലില്ലേ, അലോവേരയുടെ ജെല്ല് നമുക്ക് മേടിക്കാനും കിട്ടും. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അലോവേര ആണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ് ചെയ്യാൻ. അപ്പൊ അത് ഫേസിലിടുക. ആദ്യം ഒരു മോയ്സ്ചറൈസറോ അലോവേരയുടെ ജെല്ലോ മുഖത്ത് തേച്ചിട്ട് ഇറൈസർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഇങ്ങനെ മാത്രം എന്ത് ചെയ്യുക, ഷേവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരിക്കലും ഷേവ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഫേഷ്യൽ ഹെയർസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും, വീണ്ടും അത് വരും, ഇൻഗ്രോൺ ആയിട്ട് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്ന പല ഒരു തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട, വരില്ല കേട്ടോ. അത് ഹോർമോണിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഈ ഹെയർസുകൾ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ട് വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകളും വേണ്ട. നമുക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേഷ്യൽ ഹെയർസുകൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ക്രീമോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ തേച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഷേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കളയാനായിട്ട്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യലാണ്. അതാണ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മൾ ഈ മാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മുമ്പ് പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. മാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കടലപ്പൊടി വേണം. നമുക്ക് കുറച്ച് കടലപ്പൊടി, കുറച്ച് തൈര്, അതിന് കൂടെ കുറച്ച് തക്കാളിയുടെ ജ്യൂസ്. ഒരു തക്കാളി മൊത്തമായിട്ട് പിഴിഞ്ഞെടുക്കുക, തക്കാളിയുടെ ജ്യൂസ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടെർമറിക്, അതേപോലെ തന്നെ കുറച്ച് കാപ്പിപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ടാണ് അപ്ലൈ ചെയ്യുക. കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കാരണം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ കറിക്കിടുന്ന മഞ്ഞളാണ്. കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടർമറിക് അവിടെ സ്കിപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിഫ്രഷിങ് വേണം. ലാസ്റ്റ് നമ്മൾ ഈ മാസ്ക് ഇട്ടു, മാസ്ക് ക്ലീൻ ചെയ്തു, നെക്സ്റ്റ് നമുക്കൊരു റിഫ്രഷിങ് വേണം. റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫേഷ്യൽ മാസ്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫേഷ്യൽ മാസ്ക് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം കേട്ടോ. ഐസ് ക്യൂബ് വെച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു ഫീലാവും. എന്നുവെച്ചാൽ ഫേസ് നന്നായിട്ട് അവിടെ ആയി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഫേസിന് നല്ലാത്തൊരു റിഫ്രഷിങ് ഫീല് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കറക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 മാസമെങ്കിലും അടുപ്പിച്ച് വീക്ക്ലി ട്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ പറഞ്ഞ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്കിന്നിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആഗ്നീസുകൾ പോവും, നിങ്ങളുടെ കുരുക്കൾ പോവും, നിങ്ങൾക്ക് വെളുക്കാനായി പറ്റുന്ന പറഞ്ഞാൽ വെളുത്ത് പാറലല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്കിൻ ടോൺ ചേഞ്ച് ആവും, നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്ലോ, നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഗ്ലോ തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും ഇത് ചെയ്തു നോക്കൂ. നിങ്ങൾ അത്രയും അഷുറൻസിൽ തന്നെ എടുക്കുക കേട്ടോ. നിങ്ങൾ ഇത് നാച്ചുറലി നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കെമിക്കൽസും നമ്മൾ അതിലില്ല, തൈരിലില്ല, അരിപ്പൊടിയിലില്ല, തേൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേനിലില്ല, ഈ തക്കാളിയിലില്ല, എല്ലാത്തിലും വൈറ്റമിൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഉപയോഗിച്ച സാധനങ്ങളിൽ നിന്ന് കിട്ടും, നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടും. അപ്പൊ ഇത് ഒരു 4-5 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ വീക്സിലും ട്വൈസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം വരും. പക്ഷെ 1 ടൈം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വരും. പക്ഷെ നിങ്ങളുടെ സ്കിൻ ടോണിൽ എന്ത് ചെയ്യില്ല, ചേഞ്ചസുകൾ വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മാസം കറക്റ്റ് ആയിട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ടാനും പോവും, നിങ്ങളുടെ ആഗ്നീസും പോവും, നിങ്ങളുടെ പിമ്പിൾസ് കുരുക്കൾ പോവും. അങ്ങനെയുള്ള എല്ലാത്തിനും ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഈ ഫേഷ്യൽ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. പാക്ക് മാത്രമല്ല, ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് യൂസ് ചെയ്യാം. ഏതൊരു പാക്ക് ഇടുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കി എടുക്കാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻസുകൾ വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ലൈക്സുകൾ വരുമ്പോഴും നമുക്കത് ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും പരിമിതമായിട്ടുള്ള ഈ ഒരു സമയത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ച് പേര് കാണുന്നുണ്ട്, അതിന് നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ പറയുന്നുള്ളൂ ഇപ്പോൾ, കാരണം നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കൊടുത്തേക്കുക. ഇതുവരെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ബ്യൂട്ടി ടിപ്സുകൾ, ഹെൽത്ത് ടിപ്സുകൾ, നമ്മുടെ വ്ളോഗ്സുകൾ ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരന്മാരൊക്കെ ആയിട്ട്, സുന്ദരന്മാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സുന്ദരന്മാരൊക്കെ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ആഗ്നീസുകളും ടാനും എല്ലാത്തിനും കൂടെ ഉള്ള സൊല്യൂഷനാണ്. അപ്പൊ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമന്റ് എന്തായാലും വന്ന് പറയണേ. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്, നിതീസ് വ്ളോഗ്സിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.